ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഗാർഡൻ ഒന്ന് നോക്കാം. സൺഡേ മാത്രമേ എനിക്ക് അവധിയുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസമാണ് ഞാൻ ഗാർഡനിൽ കുറച്ച് നേരം ചിലവഴിക്കുന്നത്. മറ്റേത് രാവിലെ എഴുന്നേൽക്കും, പെട്ടെന്നൊരു ഓട്ടത്തിലാണ് ഗാർഡനിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഇടും. അങ്ങനെയാണ്. ഇന്നിപ്പോൾ കുറച്ച് ടൈമുണ്ട്. ആ ടൈമിൽ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഗാർഡൻ. ഇത് ഞാനന്ന് UTP ആണോ ഇല്ലയോ എന്ന് പറഞ്ഞിരുന്ന അതിൽ ഒരു ബഡും കൂടെ ഉണ്ടായിരുന്നു. അതൊന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഷിങ്ഷോങ് ഹോങ് തായ് ആണ്. UTP ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ നല്ല ഫ്ലവറാണിത്, കാണാനും നല്ലതാണ്. നമുക്കതൊന്ന് വിരിയിച്ച് കൊടുക്കുകയാണ് ഞാൻ. ഇതാണ് നല്ല പെറ്റൽസൊക്കെ നല്ല അടുങ്ങിയുള്ള ഇതാണ്. നല്ല ഭംഗിയാണ് ആ പെറ്റൽസ് കാണാൻ. ഒരു ചെറുതായിട്ട് നീളനായിട്ടുള്ള ആ പെറ്റലാണ് ഉള്ളത്. ഇതാണ് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതിൽ ഒരു ബഡും കൂടെ ഉണ്ടായിരുന്നു. അതൊന്ന് ഞാൻ വിരിയിച്ച് കൊടുത്തു. ഇതാണ് അതിൻ്റെ ഭംഗിയുണ്ടോ അത്. ഇതിൻ്റെ ട്യൂബറാകുമ്പോൾ എല്ലാവരും വാങ്ങി വയ്ക്കണം കേട്ടോ. നല്ല ബഡൊക്കെ വരുന്ന ടൈപ്പ് തന്നെ, ഫ്ലവർ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. ഫ്ലവർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും UTP എണ്ണത്തിൽപ്പെട്ടതാണ്. എന്നാലും ഫ്ലവർ ചെയ്തു. എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ആയത്. അങ്ങനെ അതുണ്ട്. അതിലിനി ബഡൊന്നും വന്നിട്ടില്ല. ഇത് ബുച്ചയാണ്. ബുച്ചയുടേത് ഞാൻ ട്യൂബറൊക്കെ എടുത്ത് സെയിലാക്കിയതിന് ശേഷം ചെറിയ റണ്ണർ പോലെ ഉണ്ട്. ഞാൻ മണ്ണൊന്നും മാറ്റിയില്ലതാ, അതുപോലെ തന്നെ അതിനകത്ത് കുഴിച്ച് വെച്ച് കൊടുത്ത്. അപ്പോൾ ആദ്യം ഒരു ബഡ് വന്നു, അത് വിരിഞ്ഞ് കഴിഞ്ഞു. അടുത്തതാ ഒരു ബഡ് വന്നിട്ടുണ്ട്. എനിക്ക് ട്യൂബറൊന്നും ബാലൻസ് കിട്ടിയില്ല. ആ റണ്ണറാണ് ഞാൻ എടുത്ത് വെച്ചത്. റണ്ണറെന്ന് വെച്ചാൽ വേണ്ട, കളയാൻ പറ്റുന്ന ഒരു റണ്ണറായിരുന്നു. അതെടുത്ത് വെച്ചതാണ് ഇത്. പിന്നെ അടുത്തതായിട്ട് ഇത് റെഡ് ഫിലിപ്പിൻ്റെയാണ്. നല്ല വലിയ ഫ്ലവറാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വന്ന് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ഒരെണ്ണം വന്ന് കഴിഞ്ഞതിൻ്റെയാണ്. ഇത് സീഡ് പോഡ് ആകുമെന്ന് തോന്നുന്നു. നല്ല വലുതാണ്. അപ്പോൾ അതിലാണ് അടുത്ത ബഡ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ബഡൊന്ന് വേറെയും ഉണ്ട്. ഒരു ബഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് D9 ആണ്. D9 ഒരു ബഡ് വന്നു, കരിഞ്ഞു പോയി. മഴയായത് കാരണമാണ്. ഒരു ബഡ് വന്നിട്ടുണ്ട് അടുത്തതിൽ. അങ്ങനെ 2 ബഡാണുള്ളത്. പിന്നെ അടുത്തത് ഇത് അമോർജിയാണ്. അമോർജിയിലും ഇന്നലെ വരെ ഫ്ലവർ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇതും റെഡ് ഫിലിപ്പിൻ്റെ തന്നെയാണ്. പിന്നെ ഇത് ബ്ലൂ ബേസിലാണ്. ഇന്നിപ്പം വിരിയുന്നതെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് യെല്ലോ പിയോണിയാണ്. യെല്ലോ പിയോണി. ഇത് ചൈനീസ് റെഡിൻ്റെ ഒരു ബഡാണ്. ഇത് വിരിയാറാകുന്നേ ഉള്ളൂ. അങ്ങനെ അതിൽ ഒത്തിരി ബഡുണ്ട്. ചൈനീസ് റെഡാണ്. ഇതൊന്ന്, ഒരു ബഡ്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അങ്ങനെ 2, 4, 5, 1, 6 ബഡ് നിൽപ്പുണ്ട്. അത് ചൈനീസ് റെഡാണ്. പിന്നെ അടുത്തത് ഇത് അരുണിമയാണ്. അരുണിമ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു ട്യൂബർ പോലും കിട്ടിയില്ല. അങ്ങനെ ചെറിയൊരു റണ്ണർ ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് വെച്ചിട്ട് 2 ആഴ്ച ആകുന്നേ ഉള്ളൂ. ഒരു ബഡ് വന്നു. ഇവിടെ ഒരു ബഡും വന്നിട്ടുണ്ട്. ഒരു ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ 3 ബഡ് വന്നിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അത് വന്നത്. അതുപോലെ തന്നെ ഇത് റെഡ് ഫിലിപ്പ്. പിന്നെ നമ്മുടെ ലക്ഷ്മി കുട്ടി നിൽപ്പുണ്ട്. അടുത്ത ഇഷ്ടം പോലെ ഫ്ലവർ തന്നു എനിക്ക് കേട്ടോ. നല്ല വലിയ ഫ്ലവറാണ്. വിരിയാറായി. ഹോളൊക്കെ വന്നങ്ങനെ നിൽപ്പുണ്ട്. കുറച്ചുകൂടെ നാളെ ആകുമ്പം വിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി വേറെ ബഡൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും. പിന്നെ ഇത് ഏതാ, മിംഗ്ലു ആണ്. മിംഗ്ലു നല്ല ഫ്ലവറാണ്. കാണാൻ പറ്റുന്നില്ല. ഒരു ബഡ് വന്ന് നിൽപ്പുണ്ട്. വിരിയാറാകുന്നേ ഉള്ളൂ. അതങ്ങനെ ഉണ്ട്. ഒന്നല്ല, 2 ബഡുണ്ട് മിംഗ്ലുവിൽ. അതും ട്യൂബർ സെയിലായി കഴിഞ്ഞ ശേഷം പിടിച്ചതാണ്. പിന്നെ ഈ ഒരെണ്ണം ഉണ്ട്. അതും റെഡ് ഫിലിപ്പാണ്.
റെഡ് ഫിലിപ്പിൻ്റെ തന്നെ. അതിൽ നിറയെ ലീഫൊക്കെ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട്, ബഡ് വന്നിട്ടില്ല. പിന്നെ ഇത് വൈറ്റ് പിയോണിയാണ്. നമ്മുടെ പിങ്കിക്കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്, നിൽപ്പുണ്ട്. അവൾക്ക് ദേഷ്യമാണ്, അവളെ മൈൻഡ് ചെയ്യാതെ ഞാൻ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട്. ഇനി ഇത് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിൾ അതാണ്. എന്നെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ധാര മക്കളവിടെ നിൽക്കേ. ഇത് ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ അതിലും ബഡ് വന്നിട്ടുണ്ട്. ട്യൂബർ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണിൻ്റെ ഇത് കരിയുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇത് ഈ ഒരു ബഡുണ്ട്, വൈറ്റ് പിയോണി. പിന്നെ ഇത് ഐശ്വര്യയാണ്. ഐശ്വര്യയിൽ ബഡ് വന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഇത് റെഡ് ഫിലിപ്പ് തന്നെ ഒരുപാട് ടബിലുണ്ട്. ഇത് പീക്ക് ഓഫ് പിങ്ക് ആണ്. പീക്ക് ഓഫ് പിങ്ക് ഒത്തിരി ഫ്ലവർ തന്നു. ഇനി അതിൽ ബഡൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. പിന്നെ അടുത്തത് ഇതും റെഡ് ഫിലിപ്പ് തന്നെയാണ്. അതിലും ഒരു ഫ്ലവർ ഇതിൽ ബഡ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് പിന്നെ ഒത്തിരി ആമ്പൽ വെച്ചിട്ടുണ്ട്. എല്ലാം വിരിയുന്ന ടൈമിൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതുണ്ട്. ഇത് കീലാർഗോ ആണ്. ഇത് ഡൗബനാണ്. അങ്ങനെ പിന്നെ ഒത്തിരി പ്ലാന്റ്സൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ, ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് തരുന്നതായിരിക്കും. ഇത് വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി ഒരുപാട് ടബിലുണ്ട്. വൈറ്റ് പിയോണിയും റെഡ് ഫിലിപ്പുമാണ് ഒരുപാട് ടബിലായിട്ടൊക്കെ ഉള്ളത്. ഇതുണ്ട്. ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. ഒരു ബഡും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ 2 ബഡുണ്ട്. വൈറ്റ് പിയോണി അത് ചെറിയ ടബിലാണ് വെച്ചേക്കുന്നത്. ഇത് നിത്യയാണ്. നിത്യയിൽ 2 ബഡ് വന്ന് വിരിഞ്ഞു. ഒരെണ്ണം കരിയുന്ന ലക്ഷണമാണ്, കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്തൊരു ബഡും കൂടി, അടുത്തൊരു ബഡും കൂടെ വന്നിട്ടുണ്ട്. ചെറുത് ഫ്ലോട്ടിംഗ് ലീഫേ ഉള്ളൂ. പിന്നെ ഒന്നും ഇവിടെ ഉണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ഇത് പിങ്ക് മെഡിയോ എന്നുള്ള ബൗൾ ലോട്ടസാണ്. ഇതാണ് ചെറിയ ഫ്ലവറാണ്. ചെറിയ ഫ്ലവറാണ് പിങ്ക് മെഡിയോ. നോക്കിക്കേ. ഇവിടെ ബഹളം ഇവിടെ. പിന്നെ അടുത്തത് ഇത് ഹിനമ്പി എന്നുള്ള വെറൈറ്റിയാണ്. ഇത് താഴെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതുപോലെ സ്പേസ് ഇല്ല, കുറച്ച് ചെടികൾ വച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാനിടുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല ലെങ്തായി പോകുന്നത് കൊണ്ട് 2 പാർട്ടായിട്ട് ഞാനിടാം. അപ്പോൾ 2 വീഡിയോസും എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു.